നീ എന്താ ഇങ്ങനെയൊക്കെ? എന്നെ വെറുതെ പ്രാന്താക്കല്ലേ പെണ്ണെ, ത്രിലോക് ഉറക്കെ വിളിച്ചു പറഞ്ഞതും നിറയുന്ന കണ്ണിൽ നിന്നും കണ്ണീർ കവിളിലേക്ക് ഇറ്റുവീണു. അവളുടെ ചുടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ കണ്ണുകൾ ഭയത്തോടെ നാലുപാടും പാഞ്ഞു. കാലുകൾക്ക് വേഗത കൂടി. ത്രിലോക് നിരാശയോടെ അവൾ പോകുന്നത് നോക്കി നിന്നു. വൈദു വേഗം നടന്നു. എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയ മതിയെന്നായി. സമയം 4 കഴിഞ്ഞു. സാവിത്രി അമ്മ ഇപ്പോൾ എത്തും. വൈദു വീട്ടിലെത്തിയതും വേഗം കിടന്നു. അത്രയ്ക്ക് ദേഷ്യമോ പിണക്കമോ വരുമ്പോഴാണ് ത്രിലോക് പെണ്ണെന്ന് വിളിക്കുന്നത്. മോളെ എന്ന് വിളിച്ച് സാവിത്രി അമ്മ അകത്തേക്ക് വന്നു. കിടന്നിട്ട് നേരം കുറച്ചായി. കണ്ണു തിരുമ്മി എഴുന്നേറ്റു. തല വല്ലാതെ വേദനിക്കുന്നു. ചായ കുടിക്കും മോളെ. അവരുടെ മലയാളവും തമിഴും കൂടിക്കലർന്ന മലയാളം. വൈദു ചിരിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു. ഒന്ന് മുഖം കഴുകി ചായ വാങ്ങി ചുണ്ടോട് ചേർത്തു. എന്താ സാവിത്രി അമ്മ മുഖത്തൊരു ശോകം? വൈദു ചോദിച്ചു. അടുക്കളപ്പടിയിലേക്ക് ഇരുന്നു. സാവിത്രി ഒരു ഗ്ലാസ് ചായ പിടിച്ച് അവളുടെ അടുത്തിരുന്നു. ഒന്നും പറയണ്ട മോളെ, ലോഡ്ജ് ഏതോ മുതലാളി വാങ്ങിയെന്ന് സാവിത്രി പറഞ്ഞു. ഇത്ര പെട്ടെന്നോ? വൈദു കണ്ണും വെച്ചു. അതിനെന്തിനാ വിഷമിക്കുന്നേ? ഇനി വാങ്ങുന്നവര് അവിടെ നമ്മളെ തന്നെ ജോലിക്ക് നിർത്തണമെന്നുണ്ടോ? വേഗം വേറെ ജോലി എന്തെങ്കിലും കണ്ടുപിടിക്കണം. സാവിത്രി ചായ ഒരിറക്ക് കുടിച്ചു. സാവിത്രി അമ്മ പേടിക്കാതിരിക്കെ. വൈദു അവർക്ക് ധൈര്യം കൊടുത്തെങ്കിലും അവളുടെ ഉള്ളിലും ആശങ്ക നിറഞ്ഞു. മീറ്റിങ്ങിനിടെ കുറേ നേരമായി ഫോൺ ബെല്ലടിക്കുന്നു. ത്രിലോകാണെന്ന് കരുതിയാണ് എടുത്തു നോക്കിയത്. നോക്കിയപ്പോൾ നെമിയാണ്. മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു. മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അജി ഫോണെടുത്ത് അവൻ്റെ ക്യാബിനിലേക്ക് നടന്നു. നെമി പിന്നെയും വിളിച്ചിട്ടുണ്ട്. അജി അവൾക്ക് കോൾ ചെയ്ത് ക്യാബിനിൽ കയറിയപ്പോൾ നെമി ഉള്ളിൽ സോഫയിൽ ഇരിക്കുന്ന കണ്ടതും അവൻ ഫോൺ കട്ട് ചെയ്ത് നെറ്റി ചുളിച്ചു. എന്തുപറ്റി? അജി ഡോറടച്ച് അവൾക്കടുത്തേക്ക് ചെന്നു. നെമി മുഖം അമർത്തി തുടച്ചു. എന്നാൽ കണ്ണീർ വീണ്ടും വന്നുകൊണ്ടിരുന്നു. എന്തുപറ്റി നിനക്ക്? അജി അവളുടെ അടുത്തേക്കിരുന്ന് തോളിൽ കൈവച്ചു. നെമി കയ്യിൽ തലതാങ്ങിയിരുന്നു. അമ്മായും വിജി ചേച്ചിയും ഇന്ന് ഹോട്ടലിൽ വന്നിരുന്നു. എല്ലാവർക്കും മുമ്പിൽ വെച്ച് കുറേ അപമാനിച്ചു. ഞാൻ അജി സാറിൻ്റെ കൂടെ. നെമി വീണ്ടും കണ്ണുകൾ തുടച്ചു. അത് കഴിഞ്ഞ് മോഹിനി മാം വന്നിരുന്നു. എന്തിന്? അജി ചോദിച്ചു. എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, നെമി പറഞ്ഞു. അജി ഒന്ന് നിശ്വസിച്ച് ഫോൺ എടുത്ത് എഴുന്നേറ്റു. ഹലോ. നെമി എന്തിനാ പിരിച്ചുവിട്ടത്? അജി ചോദിച്ചു. അവൾ അവിടെ ഇനി വേണ്ട. വൈകാതെ ഫ്ലാറ്റിൽ നിന്നും പറഞ്ഞു വിട്ടേക്ക്, മോഹിനി പറഞ്ഞു. ഇതൊക്കെ പറയാൻ അമ്മയ്ക്ക് എന്താ അവകാശം? അവളെ ജോലിക്ക് നിർത്തിയത് ത്രിലോകാണ്, രാംനാഥ് ഗ്രൂപ്പ് CEO. ഓഹോ, അപ്പോൾ എനിക്ക് അവകാശമൊന്നുമില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അജി അപ്പോഴേക്കും ഫോൺ കട്ടാക്കി. നെമി എഴുന്നേൽക്ക്, ഇറങ്ങാം. എങ്ങോട്ട്? വാ. അജി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നെമി ബാത്റൂമിൽ പോയി ഒന്ന് മുഖം കഴുകി. ഇന്ന് തന്നെ വേണം, എനിക്ക് മെയിൽ ചെയ്താൽ മതി, അജി പറഞ്ഞു. മിയ തലയാട്ടി. എന്താ? നെമി ചോദിച്ചു. ഒന്നുമില്ല. അജി കോറിഡോറിലൂടെ നടന്നപ്പോൾ നെമിയും പുറകെ നടന്നു. വിജയ് അക്കൗണ്ട് സെക്ഷനിൽ നിന്ന് കൂടെ നിൽക്കുന്നവരോട് എന്തോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അതിനൊപ്പം അവരെല്ലാം നെമിയെ നോക്കി. നെമിക്കാകെ വല്ലാതെ തോന്നി. ഫോൺ വന്നപ്പോൾ അജി വേഗത്തിൽ നടന്നു. എന്നാലും അജി സാറിനെയൊക്കെ വീഴ്ത്തിയല്ലോ, വിജി പറഞ്ഞു. കൂടെ നിന്നവർ ചിരിച്ചു. നെമി തലതാഴ്ത്തി. അല്ല, അതിനും വേണം ഒരു കഴിവ്. എന്നാലും ഇങ്ങനെ ഉണ്ടാവോ പെൺകുട്ടികൾ? വിജിയുടെ മുഖത്ത് അറപ്പ് നിറഞ്ഞതും നെമിക്ക് ദേഷ്യം വന്നു. എന്നാലും ഒന്നും മിണ്ടാതെ അവൾ നടന്നു. കൂടെയുള്ള പെൺകുട്ടികളും ചിരിക്കുന്നുണ്ട്. എല്ലാവരും സൈലന്റ് ആയപ്പോഴാ നെമി തലയുയർത്തി നോക്കിയത്. എൻട്രൻസിൽ തന്നെ കൈ രണ്ടും കെട്ടി അജി നിൽക്കുന്നുണ്ട്. അവൻ എല്ലാവരെയും ഒന്ന് നോക്കി, പിന്നെ നെമിയെയും. നെമി വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് നടന്നു. അജി അവരെ എന്തെങ്കിലും പറയുമെന്ന് തോന്നിയെങ്കിലും അവനൊന്നും പറയാതെ തിരിഞ്ഞു നടന്നപ്പോൾ നെമിക്ക് നിരാശ തോന്നി. അജി അവളെയും കൂട്ടി നേരെ ഫ്ലാറ്റിലേക്കാണ് പോയത്. അടുത്ത വീക്ക് മാരേജിന് ഡേറ്റ് നോക്കിയിട്ടുണ്ട്, അജി വാച്ചഴിച്ചു വെച്ചു. മോഹിനി മേഡം? നെമി സംശയത്തോടെ നോക്കി. അമ്മ സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട, കുറേയായി ക്ഷമിക്കുന്നു, അജി പറഞ്ഞു. നെമി പിന്നെ ഒന്നും പറയാൻ പോയില്ല. വൈദു സംശയത്തോടെയാണ് ജോലിക്കിറങ്ങിയത്. പോകുന്ന വഴിയൊക്കെ കണ്ണുകൾ ത്രിലോകിനെ തേടി. ലോഡ്ജ് എത്തുന്നതിന് മുമ്പ് തന്നെ കണ്ടു. കാറിൽ ചാരി നിൽക്കുന്നവനെ. തന്നെ കണ്ടതും കയ്യിലിരിക്കുന്ന സിഗരറ്റ് താഴേക്കിട്ടു. വൈദു അവനെ നോക്കാതെ മറികടന്ന് നടന്നു. വായിച്ചു. ത്രിലോക് വിളിച്ചതും വൈദു നിന്നു. എനിക്ക് ഉങ്ങളെ, വൈദു പറഞ്ഞു. വേണ്ട, വായിച്ചു ബുദ്ധിമുട്ടണ്ട, ഞാൻ പോവാ. നിന്റെ മനസ്സിൽ എന്നോടുള്ള വെറുപ്പ് ഇത്രയ്ക്കും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അത് ഓർക്കേണ്ടതായിരുന്നു. ബൈ. ത്രിലോക് അത്രയും പറഞ്ഞ് കാറിൽ കയറി. വൈദു നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല. പൊയ്ക്കോ, എന്നിൽ നിന്ന് ദൂരെ പൊയ്ക്കോ, അതാ നല്ലത്, വൈദു ചുണ്ട് കടിച്ചു പിടിച്ച് വിതുമ്പി. ഓഫീസിൽ പോകുമ്പോൾ അജി നെമിയും കൂട്ടി നേരെ പോയത് അവൻ്റെ ക്യാബിനിലേക്കാണ്. ഇവിടെ എന്തിനാ? നെമി സോഫയിലേക്കിരുന്നു. പറയാം. അജി ഫോണെടുത്ത് മിയയെ വിളിച്ചു. മിയ വന്നതും കയ്യിലുള്ള പേപ്പേഴ്സ് ടേബിളിലേക്ക് വെച്ചു. വിളിക്ക്. അജി അത് ഓരോന്നും എടുത്തു നോക്കി.
മിയ അവൻ്റെ ടേബിളിലെ ലാൻഡ് ഫോൺ എടുത്ത് കോൾ ചെയ്തു. അല്പസമയത്തിന് ശേഷം പകുതി ലേഡി സ്റ്റാഫും അവൻ്റെ ക്യാബിനിലേക്ക് എത്തി. മിയ ടേബിളിൽ നിന്ന് നെയിം അനുസരിച്ച് അവർക്ക് നേരെ പേപ്പേഴ്സ് നീട്ടി. വിജയടക്കമുള്ളവർ പേപ്പേഴ്സ് തുറന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയിരുന്നു. സാർ, വിജി പാവപ്പോടെ മുഖമുയർത്തി. ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? റീസൺസ് എല്ലാം കറക്റ്റ് അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ CCTV വിഷ്വൽസ് ചെക്ക് ചെയ്താൽ മതി, അജി പറഞ്ഞു. ഡോൺ വർക്ക്, ബി ഐഡിൽ. അങ്ങനെ വെറുതെ ഇരുന്ന് സാലറി വാങ്ങാൻ ഇവിടെ നിധി ഒന്നുമില്ല, അജി പറഞ്ഞു. സാർ, ഇത്തവണത്തേക്ക് പ്ലീസ് ഇനി റിപ്പീറ്റ് ചെയ്യില്ല സാർ. അജി അത് ശ്രദ്ധിക്കാതെ ലാപ്പിൽ നോക്കി. അവനെ നിരാശയോടെ നോക്കി നിൽക്കല്ലാതെ മറ്റൊന്നും ഇനിയില്ലെന്ന ബോധ്യത്തോടെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. മറ്റുള്ളവരുടെ വാക്കുകേട്ട് ഉറക്കെ ചിരിക്കുമ്പോൾ ഓർത്തില്ല, MDയുടെ ഭാവി വധുവിനെ തന്നെ ചൊറിയാൻ ചെല്ലുമ്പോൾ ഓർക്കണമായിരുന്നു. മിയ എല്ലാത്തിനെയും നോക്കി തിരിഞ്ഞു നടന്നു. വേണ്ടായിരുന്നു, നെമി പറഞ്ഞു. അക്കൗണ്ട് സെക്ഷനിലേക്ക് ചെല്ല്, അജി പറഞ്ഞു. ബാക്കിയുള്ളവർ? നെമി ചോദിച്ചു. ചെല്ല്, ഡൗട്ടുണ്ടെങ്കിൽ മിയ പറഞ്ഞു തരും. നെമി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിജയ് അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നിനക്ക് സന്തോഷമായില്ലേ? എന്നെ പിരിച്ചുവിട്ട് ഇവിടെ അധികം നാൾ വാഴാമെന്ന് നീ കരുതണ്ട. നിന്റെ മറ്റവൻ എന്നെ ഫയർ ചെയ്തെന്ന് കരുതി അധികം നേളിക്കണ്ട. ഇവിടെ തന്നെ ഞാൻ വരും, നോക്കിക്കോ, വിജയ് പറഞ്ഞു പോയപ്പോൾ നെമിയൊന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞും ത്രിലോവിനെ പിന്നെ കണ്ടില്ല. പോയെന്നറിയാമെങ്കിലും ജോലിക്ക് പോകുമ്പോൾ വൈദ്യുവിൻ്റെ കണ്ണുകൾ ചുറ്റും പായും. 2 ദിവസവും 2 ആഴ്ചയും വേഗം കഴിഞ്ഞുപോയി. ലോഡ്ജ് മറിച്ചു വിറ്റതും ഇപ്പോൾ ടെൻഷനായി. ജോലിക്ക് കയറുന്നതിന് മുമ്പ് പുതിയ ഓണർ കുറേ ഡിമാൻഡ് വെച്ചു. അതിലൊക്കെ സൈൻ ചെയ്യിപ്പിച്ചു. ലോഡ്ജിൽ നിന്ന് കാരണമില്ലാതെ റിസൈൻ ചെയ്യാൻ പാടില്ല. 2 വർഷത്തേക്കാണ് എഗ്രിമെൻറ്റ്. അതിനിടയ്ക്ക് ലോഡ്ജിലെ ചില അറ്റകുറ്റപ്പണികൾ നടന്നു. 3-ാമത്തെ ആഴ്ച ചെല്ലുമ്പോൾ എല്ലാവരും വളരെ ഗൗരവത്തിലായിരുന്നു. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, തിരക്കുണ്ട്. വൈദ്യു റിസപ്ഷനിൽ ചെന്നിരുന്നതും കുമാരൻ അടുത്തേക്ക് വന്നു. ലക്ഷ്മി, ഉങ്ങളെ ഓണർ കൂട്ടിട്ട് വരെ സൊണ്ണാങ്കെ, കുമാരൻ പറഞ്ഞു. വൈദ്യു എഴുന്നേറ്റു. മുകളിലെ അവസാനത്തെ മുറിയാണ്. ഒന്ന് നിശ്വസിച്ച് ഡോർ തുറന്നു. എന്നാൽ ഉള്ളിൽ വിൻഡോയ്ക്കടുത്ത് നിന്ന് സിഗരറ്റ് വലിക്കുന്നവനെ കണ്ട് വൈദ്യു പായ്ച്ചു നിന്നു. കണ്ണുകൾ ഒന്നുകൂടെ വിടർന്നു. കൈയും കാലും വിറച്ചു. വാ വാ. ത്രിലോക് സിഗരറ്റ് നിലത്തിട്ട് അവളെ തലയാട്ടി അകത്തേക്ക് വിളിച്ചു. വൈദ്യു അകത്തേക്ക് കയറി. വൈദ്യു ഇരിക്കാതെ ത്രിലോകിനെ നോക്കി. ത്രിലോകിൻ്റെ കണ്ണുകളും തന്നിലാണെന്നറിഞ്ഞപ്പോൾ വൈദ്യു അസ്വസ്ഥതയോടെ മുഖം തിരിച്ചു. സാർ. തന്നെ എന്താ വിളിപ്പിച്ചതെന്ന് അറിയോ? ഇനി മുതൽ താൻ റിസപ്ഷനിൽ ഇരിക്കേണ്ട. ദാ ഇവിടെ ക്ലീനിങ് ആണ് തൻ്റെ ഡ്യൂട്ടി. എൻ്റെ ഈ മുറി മാത്രം ക്ലീൻ ചെയ്താൽ മതി. ത്രിലോക് താഴെ കിടക്കുന്ന സിഗരറ്റ് കാണിച്ചതും വൈദ്യു അവിടേക്ക് ചെന്ന് അതെടുത്ത് വേസ്റ്റ് ബിന്നിലിട്ടു. നല്ല പൊടിയൊക്കെ ഉണ്ട്, ഒന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കിക്കോ, ത്രിലോക് നിലത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ വൈദ്യു അവിടെ നിന്നും പോയി. 2 സെക്കൻഡ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവളുടെ കയ്യിൽ ചൂലും ബക്കറ്റും മോപ്പും ഉണ്ടായിരുന്നു. ബക്കറ്റും മോപ്പും ഒരു മൂലയ്ക്ക് വെച്ച് ചൂലെടുത്ത് അടിച്ചു വരാൻ തുടങ്ങി. വേസ്റ്റെല്ലാം വേസ്റ്റ് ബിന്നിലിട്ട് തിരിഞ്ഞപ്പോൾ തന്നെ മാത്രം നോക്കി താടിക്ക് കൈവച്ചിരിക്കുന്ന ത്രിലോകിനെ കാണുന്നത് വൈദ്യു പിടപ്പോടെ നോട്ടം മാറ്റി. മോപ്പ് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് നിലം തുടയ്ക്കാൻ തുടങ്ങി. ത്രിലോകിൻ്റെ അടുത്തെത്തിയപ്പോൾ അവളൊന്ന് മുഖമുയർത്തി നോക്കി. സാമാന്യ മര്യാദ പോലും കാണിക്കാതെ അവിടെ നിന്ന് നീങ്ങിയിരിക്കാൻ പോലും നിൽക്കാതെ ത്രിലോക് ഫോണിൽ തോണ്ടിയിരുന്നു. വൈദ്യു അവൻ്റെ അടുത്ത് ചെയറിന് താഴെയും ടേബിളിന് താഴെയും തുടച്ചു. ത്രിലോകിൻ്റെ പെർഫ്യൂം മണം അവൾ മുഖം ചുളിച്ചു. വീർത്തുകൊണ്ട് ജോലി ചെയ്യുന്ന വൈദ്യു എഴുന്നേറ്റ് ത്രിലോകിന് നേരെ വന്ന് നിലം തുടയ്ക്കാൻ തുടങ്ങി. ചെവിക്ക് പിന്നിലൂടെ ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് തുള്ളി അവളുടെ കഴുത്തിലൂടെ ഇറങ്ങി മാറിലേക്ക് പോകുന്ന കണ്ടപ്പോൾ ത്രിലോക് വേഗം നോട്ടം മാറ്റി. വൈദ്യു മാറിക്കിടന്ന ഷോൾ നേരെയാക്കി ത്രിലോകിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയപ്പോൾ അവൻ നാണത്തോടെ മുഖം താഴ്ത്തി. മോപ്പെടുത്ത് വേഗം മുറിവിട്ടിറങ്ങിയപ്പോൾ ത്രിലോക് ചമ്മലോട് ചിരിച്ചുകൊണ്ട് മുഖം വീർപ്പിച്ചു പോകുന്ന പെണ്ണിനെ നോക്കി. വൈദ്യു പിറുപിറുത്ത് നടന്നതുകൊണ്ട് എതിരെ വരുന്നവളെ കണ്ടില്ല. ബക്കറ്റ് കാലിൽ തട്ടി അലർച്ച കേട്ടപ്പോഴാണ് വൈദ്യു മുഖമുയർത്തി നോക്കുന്നത്. വൈറ്റ് ജീൻസും റോസ് ടോപ്പും ധരിച്ച വെളുത്ത സുന്ദരിയായ പെൺകുട്ടി. സ്ലീവ്ലെസ് ടോപ്പ് കണ്ടതും വൈദ്യു നെറ്റി ചുളിച്ചു. മാറിന് നന്നായി ഇറക്കമുള്ള ടോപ്പ്, കഴുത്തിൽ സിൽവർ കളർ ചെയിനും അതിൽ T എന്ന ക്യാപിറ്റൽ ലെറ്ററും. സോറി. പെൺകുട്ടി കൈകൾ മാറിൽ പിണച്ചുകെട്ടി വൈദ്യുവിനെ നോക്കി. സോറി, വൈദ്യു താല്പര്യമില്ലാതെ പറഞ്ഞു. പെൺകുട്ടി അവളെ ഒന്ന് നോക്കിയിട്ട് നേരെ നടന്നു. അവൾ ത്രിലോകിൻ്റെ മുറിയിലേക്ക് പോകുന്ന കണ്ടതും വൈദ്യുവിൻ്റെ കയ്യിലിരുന്ന ബക്കറ്റ് നിലത്തേക്ക് വീണു. പെൺകുട്ടി ഡോർ പകുതി തുറന്ന് അനുവാദം ചോദിക്കുന്നതും അവൾ കയറിയതിനു ശേഷം ഡോർ അടച്ചതും കണ്ടപ്പോൾ വൈദ്യുവിൻ്റെ ഹൃദയം വല്ലാതെ മിടിച്ചു. വൈദ്യു ശബ്ദമുണ്ടാക്കാതെ ഡോറിനടുത്ത് നിന്ന് ചെവി കൂർപ്പിച്ചു. അകത്തുനിന്ന് സംസാരമൊന്നും കേൾക്കുന്നില്ല. വൈദ്യു മെല്ലെ ഡോർ തുറന്നപ്പോൾ കണ്ട കാഴ്ച അവളെ വല്ലാതെ ചൊടിപ്പിച്ചു. എന്തോ പേപ്പേഴ്സ് നോക്കി ഇരിക്കുന്ന ത്രിലോകിൻ്റെ അടുത്ത് കുനിഞ്ഞു നിന്ന് എന്തൊക്കെയോ പറയുന്ന പെണ്ണ്. ത്രിലോകിൻ്റെ നോട്ടം മൊത്തം മുന്നിലെ പേപ്പേഴ്സിലേക്കാണ്. അതിൽ വിരൽ വെച്ച് പെൺകുട്ടി ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണുകൾ ത്രിലോകിൻ്റെ മുഖത്ത് ഓടി നടക്കുന്നുണ്ട്. വൈദ്യു ഡോർ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ പെൺകുട്ടി മുഖമുയർത്തി.
തനിക്ക് മാനേഴ്സ് ഇല്ലേ? ഒരു റൂമിൽ വരുമ്പോൾ ഡോറ് നോക്ക് ചെയ്യാൻ പോലും അറിയില്ലേ? പെൺകുട്ടി ദേഷ്യത്തോടെ പറഞ്ഞതും വൈദു ത്രിലോകിനെ നോക്കി. എന്നാൽ ത്രിലോക് അവളെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും പേപ്പേഴ്സിലേക്ക് മുഖം പൂഴ്ത്തി. സോറി, ഞാൻ ചൂലെടുക്കാൻ. വൈദു നിന്ന് വിക്കി. ക്ലീനിങ് സ്റ്റാഫാണോ? പെൺകുട്ടി മുഖം ചൊളിച്ചു. വൈദു മൂളി. പോയെടുത്തോ. വൈദു ത്രിലോകിനെ ഒന്ന് നോക്കി ചൂലെടുത്ത് മെല്ലെ പുറത്തേക്കിറങ്ങി. പുറത്തിറങ്ങിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കാലമാടൻ, എന്നെ അവൾ ചീത്ത പറയുമ്പോൾ നോക്കിയിരിക്കുക. പിശാചമോറൻ. വൈദു കണ്ണുകൾ തുടച്ച് നേരെ നടന്നു. തേജസ്സിന് റിസപ്ഷനിൽ ഇരുന്നോളൂ. ബുദ്ധിമുട്ടുണ്ടോ? ത്രിലോക് ചോദിച്ചു. നോ സാർ. തേജസ്സിന് ചിരിച്ചു. എന്നാൽ ജോയിൻ ചെയ്തോളൂ. എത്ര നാളത്തേക്ക് സാർ? അറിയില്ല, പക്ഷെ ഉടനെ തന്നെ നമുക്ക് ഓഫീസിൽ ജോയിൻ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. ത്രിലോക് വൈദു പോയ വഴിയെ നോക്കി പറഞ്ഞു. ഓക്കെ സാർ. തേജസ്സിന് ചിരിയോടെ പുറത്തേക്കിറങ്ങി. വൈദു കോറിഡോറിൽ നിന്ന് എത്തി നോക്കുമ്പോൾ തേജസ്സിന് തിരിച്ചു വന്നു. വൈദു വേഗം തല താഴ്ത്തി. തേജസ്സിനെ അവളെ ഗൗനിക്കാതെ മുന്നോട്ട് നടന്നു. റിസപ്ഷനിൽ കയറിയിരുന്നു. വൈദുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ത്രിലോകിൻ്റെ മുറിയിലേക്ക് പോവാനെന്ന വൈദു എന്തോ ആലോചിച്ച പോലെ അവിടെ തന്നെ നിന്നു. വൈദു റിസപ്ഷനിൽ തന്നെ തൂത്തു തുടച്ചു നിന്നു. തേജസ്സിനെ അത് മൈൻഡ് ചെയ്യാതെ ഫോണിൽ നോക്കിയിരുന്നു. വൈദു കണ്ണു കൂർപ്പിച്ച് ഫോണിലേക്ക് നോക്കി. ത്രിലോക് ആയാണ് ചാറ്റ്. ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് ത്രിലോകിനോട് ചോദിക്കുന്നതും അവൻ്റെ റിപ്ലൈ വരുന്നത് കണ്ടതും വൈദു വിളറി. ത്രിലോക് എന്തോ അയച്ചതും യെസ് എന്ന് പറഞ്ഞ് തേജസ്സിനെ ഒന്ന് ചാടി എഴുന്നേറ്റു. വൈദു കയ്യിലിരിക്കുന്ന നനഞ്ഞ തുണി ചുരുട്ടിപ്പിടിച്ചു. ഉച്ചയ്ക്ക് ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കാതെ വൈദു അടുക്കളയിൽ സാവിത്രി അമ്മയുടെ അടുത്ത് നിന്നും എഴുന്നേറ്റു. അവർ പോയോ? സാവിത്രി അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. എന്തോ ഒരു ഉൾപ്രേരണയിൽ റിസപ്ഷനിലേക്ക് നടന്നു. ത്രിലോക് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. തേജസ്സിന് ഹാൻഡ് ബാഗൊക്കെ എടുത്ത് ഫോണും കൈപ്പിടിച്ച് റിസപ്ഷനിൽ നിന്ന് ഇറങ്ങി. അവൾ ത്രിലോകിനെ നോക്കിയപ്പോൾ അവൻ ഇതൊന്നും നോക്കാതെ ഫോണിൽ നോക്കിയാണ് വരുന്നത്. അടുത്ത് വന്നതും തേജസ്സിനെ അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നടന്നു. വൈദുവിൻ്റെ കണ്ണുകൾ അവളെ തോൽപ്പിച്ചു. തേജസ്സിനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വൈദു നോട്ടം മാറ്റി. ഒരു കോൾ വന്നപ്പോൾ അറ്റൻഡ് ചെയ്ത് ത്രിലോക് പുറത്തേക്ക് ഇറങ്ങി. ഹേയ്, ഒരു 1 അവർ റിസപ്ഷനിൽ ഉണ്ടാകണം. തേജസ്സിനി പറഞ്ഞപ്പോൾ വൈദു തലയാട്ടി. 1 മിനിറ്റിന് ശേഷം ത്രിലോകിൻ്റെ കാറ് എൻട്രൻസിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ടപ്പോൾ വൈദു നെറ്റിയിൽ കൈവച്ച് തലകുനിച്ചിരുന്നു. നഷ്ടപ്പെട്ടിരിക്കുന്നു. തൻ്റെ സമാധാനം മൊത്തം നഷ്ടപ്പെട്ടു. തന്നെ മറന്ന് മറ്റൊരു പെൺകുട്ടിയെ ഒരിക്കലും ആ മനസ്സിൽ പ്രതിഷ്ഠിക്കില്ല, അത് ഉറപ്പാണ്. പക്ഷേ എന്തോ തനിക്ക് അവകാശമുള്ളത് മറ്റൊരാൾ തട്ടിപ്പറിച്ചെടുക്കുന്നത് കാണുമ്പോൾ അവർ തിരിച്ചു വരുന്നവരെ അവളുടെ ചിന്തകൾ പലവഴി പോയി. എല്ലാം സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. ആരും തന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അന്ന് തന്നെ ചത്താൽ മതിയായിരുന്നു. ആ തീയിൽ വെന്തു മരിച്ചാൽ മതിയായിരുന്നു. കണ്ണുകൾ നീറിപ്പോഞ്ഞപ്പോൾ കാറിൻ്റെ ശബ്ദം കേട്ടു. ത്രിലോക് കാർ പാർക്ക് ചെയ്ത് അവളെ മൈൻഡ് ചെയ്യാതെ മുകളിലോട്ട് കയറി. പുറകെ വന്ന തേജസ്സിനി ചെറിയ പുഞ്ചിരിയോടെ റിസപ്ഷനിലേക്ക് കയറി നിന്നു. താങ്ക്സ്. തേജസ്സിനി ചിരിച്ചു. ഇവിടെ അടുത്താണോ സ്റ്റേ ചെയ്യുന്നത്? വൈദു മടിച്ചാണ് ചോദിച്ചത്. നോ, ഇവിടെ പിന്നെ ത്രിലോക് ഉണ്ടല്ലോ. എനിക്ക് മുകളിൽ ഓഫീസിനോട് ചേർന്ന മുറി റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തേജസ്സിനി ചിരിച്ചു. വൈദു ഇനിയൊന്നും കേൾക്കാൻ ശക്തിയില്ലാതെ അടുക്കളയിലേക്ക് നടന്നു. ഒരു ലെമൺ ജ്യൂസ് കിട്ടുമോ? ഇപ്പോൾ കൊണ്ടുവരാം. വൈദു ചിരിക്കാൻ ശ്രമിച്ചു. വൈകിട്ട് ഇറങ്ങുമ്പോൾ വൈദുവിൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചുകൊണ്ടേയിരുന്നു. ഒരു സമാധാനവുമില്ല. വീട്ടിലെത്തിയ ഉടനെ തലവേദന എന്ന് പറഞ്ഞ് കിടന്നു. സാവിത്രി അമ്മ ത്രിലോക് പുരാണം പറയുന്നത് കേട്ട് തലയിണ തലയിൽ കയറ്റി അമർത്തി വെച്ചു. എപ്പോഴോ മയങ്ങിപ്പോയി. സാവിത്രി അമ്മ കുലുക്കി വിളിക്കുമ്പോൾ കണ്ണുകൾ തിരുമ്മി എഴുന്നേറ്റു. ചെറുതായി ഇരുട്ടിയിട്ടുണ്ട്. സാവിത്രി അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കേൾക്കാൻ നിൽക്കാതെ വൈദു വേഗം ഫോണെടുത്ത് നോക്കി. സമയം 8:30. അവളുടെ ഹൃദയം അകാരണമായി മിടിക്കാൻ തുടങ്ങി. ത്രിലോകിന് വിശ്വാസമാണ്, വെറും വിശ്വാസമല്ല. ജീവന് തുല്യം പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത്ര തന്നെ ജീവന് തുല്യം വിശ്വാസവുമുണ്ട്. പക്ഷെ ആ പെണ്ണിനെ, ത്രിലോകിനെ നോക്കുമ്പോഴുള്ള അവളുടെ കണ്ണുകളിലെ തിളക്കവും കവിളിലെ ചുവപ്പും വൈദുവിന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയതും വേഗം എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി. വൈദു നന്നായി വിയർത്തു. കഴുത്തിലെ ചെയിൻ ഡ്രസ്സിനുള്ളിൽ നിന്നും പുറത്തേക്കിട്ടു. ചെയിനിൽ തൂങ്ങിയാടുന്ന ത്രിലോക് എന്നെഴുതിയ മോതിരം അവളുടെ ഉള്ളം കൈയിൽ അമർന്നു.